സർവേകളൊക്കെ പലതും വരുന്നുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമുക്കറിയാവുന്ന പോലെ ഒരു തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് എന്ന് പറയുന്നത് ഓട്ടം അല്ലെങ്കിൽ സ്പ്രിൻറ്റ് മത്സരത്തിലെ ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്നത് പോലെയാണ്. അവിടെ ആരാണ് കുതിക്കുന്നത്, ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മുടെ PT ഉഷ അവിടെ കിട്ടാതെ പോയത്. കാരണം എന്താണ്, ലാസ്റ്റ് ലാപ്പ് എന്ന് പറയുന്നതാണ് വിജയി ആരെന്ന് നിർണ്ണയിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഇനിയും തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ കൂടി ഉണ്ട് ഇല്ലേ? ഒരു 4-5 ദിവസം ഉണ്ടാകുന്ന സംഭവങ്ങൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ നിർണായകമായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ ആ ഒരു മുൻവിധിയോടുകൂടി ഇപ്പോഴത്തെ നമ്മൾ ഇന്ന് ഏപ്രിൽ 2 ആ ഒരു നമ്മുടെ ഈ കാറ്റ് എങ്ങോട്ടാണ്, ആരാണ് വിജയിക്കാൻ സാധ്യത? കേരളത്തിലെ ഇന്നത്തെ ഇലക്ഷൻ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇന്നത്തെ സാഹചര്യത്തിലുള്ള ഇലക്ഷൻ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ LDF അല്ലാതെ മറ്റ് കക്ഷികൾക്കാണ് കൂടുതൽ സാധ്യതയായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും UDF അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് കേരളത്തിൽ വീശുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഇപ്പോൾ 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം, ആ ഭരണത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്, ആ ഭരണത്തിലുണ്ടായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു വികാരം ജനങ്ങൾ തീർച്ചയായിട്ടും പ്രകടിപ്പിക്കും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള, സഹകരണക്കൊള്ള. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ ഒരു പോളറൈസേഷൻ, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയും ഉണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെയും ഉണ്ട്. ഈ 2 കമ്മ്യൂണിറ്റിയുടെയും പോളറൈസേഷൻ ഇപ്പോൾ UDFിലേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം 2021 ഇലക്ഷനിൽ മുസ്ലിം കമ്മ്യൂണിറ്റി N ബ്ലോക്കായിട്ട് LDFിനെയാണ് സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് ഈ 2026 അത് നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അത് UDFിലേക്കാണ് പോകുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ട്രെൻഡ്, പണ്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു കോൺഗ്രസിന്റെ വോട്ടാണ് BJPയിലേക്ക് പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് LDFിന്റെ വോട്ടാണ് BJPയിലേക്ക് പോകുന്നത്. പഴയ LDFകാര് BJPക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ തിരുവനന്തപുരത്ത് തന്നെ നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് പരമ്പരാഗതമായിട്ട് LDFന് വോട്ട് ചെയ്തിരുന്ന ആളുകളാണ് പിന്നെ ഇപ്പോഴാർക്ക് ചെയ്തത്, BJPക്ക് വോട്ട് ചെയ്തത്. അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ വരിച്ച് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. ആ ഒരു ട്രെൻഡ് കേരളം മുഴുവനും ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ആ ട്രെൻഡുണ്ട്. പക്ഷെ നമ്മൾ ചുറ്റിലുള്ള കാറ്റ് നോക്കും, കാറ്റിൻ്റെ ഗതി മാറി വീശും നോക്കുകയാണ്. ജനങ്ങളുടെ മനസ്സ് മാറിയിട്ടുണ്ട്. ഒരു കൊലയാളി രാഷ്ട്രീയത്തിൻ്റെ പാർട്ടി എന്ന് കരുതിയിരുന്ന BJPയെ RSSൻ്റെ പിന്തുണയുള്ളതുകൊണ്ട് അങ്ങനെ കരുതിയിരുന്നവരിപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ പേടിയാണ്, സമാധാന ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ആ ഒരു ടെൻഡൻസിയിൽ നിന്ന് BJP മാറിയിട്ടുണ്ട്, RSS മാറിയിട്ടുണ്ട്. എമ്മിൻ്റെ ചർച്ചകളുടെ ഫലമായിട്ടായാലും എന്തായാലും അത് അവിടെ നിൽക്കട്ടെ, ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കൊലപാതകങ്ങളൊന്നും BJP ആയിട്ട് അല്ലെങ്കിൽ RSS ആയിട്ട് നടത്തുന്നില്ല. വാടിക്കൽ രാമകൃഷ്ണൻ അല്ലേ, അദ്ദേഹത്തെ കൊന്നുകൊണ്ട് ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു വോട്ട് ഷെയർ കേരളത്തിലുണ്ട്. അത് നമ്മൾ പഞ്ചായത്ത് ഇലക്ഷന്റെ വോട്ടിന്റെ പാറ്റേൺ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. ഒരു കാലഘട്ടത്തിലും BJP ജയിക്കാത്ത പഞ്ചായത്തുകള്, മുനിസിപ്പാലിറ്റികള്, കോർപ്പറേഷനുകള് ഇപ്പൊ ആര് ജയിച്ചിരിക്കുന്നു? BJP ജയിച്ചിരിക്കുന്നു. അപ്പോൾ BJPക്ക് വലിയൊരു വോട്ട് ഷെയർ കേരളത്തിലുണ്ട്. കാരണം ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അത് പ്രധാനമായിട്ടും നരേന്ദ്രമോദിയുടെ യിലുള്ള ഒരു വിശ്വാസമാണ്. അപ്പൊ അഴിമതിയില്ലാത്ത ഒരു നേതാവ്, ലോകം അറിയപ്പെടുന്ന ഒരു നേതാവ്, ലോകത്ത് നമ്പർ 1 ആയിട്ട് കരുതപ്പെടുന്ന ഒരു നേതാവ്, അത് വെറും നമ്പർ 1 ആയിട്ട് പരസ്യം കൊടുക്കുന്നതല്ല, ജനങ്ങൾ അറിയുന്ന ഒരു നേതാവാണ്. അപ്പൊ നല്ല നല്ല പരിപാടികളാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. അപ്പൊ ജനങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ LDFിൽ വിശ്വസിച്ചിരുന്ന നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ മാറി ചിന്തിക്കുകയും അവര് BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയും കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ട്, അത് ഇപ്രാവശ്യവും തുടരും. തീർച്ചയായിട്ടും. ശരിക്കും BJP വന്നതുകൊണ്ട് മോദിയുടെ മുഖച്ഛായ അല്ല മാറിയത്, മോദി വന്നതുകൊണ്ട് BJPയുടെ മുഖച്ഛായ മാറി. ഒരു വികസനത്തിൻ്റെ പാർട്ടി, നമ്മുടെ നാളെ ജനിക്കാൻ പോകുന്ന പോസ്റ്ററിറ്റി, ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ സുഖമായിട്ട്, എങ്കിലും നമ്മളോ കഷ്ടപ്പെട്ടു ടോയിലിംഗ് മാസസിൻ്റെ ഭാഗമായി, ഇനി വരുമ്പോൾ ഒരു സമാധാനം, അതുപോലെ തൊഴിൽ ഇവിടെ തന്നെ ലഭിക്കുന്ന, നല്ല ഉയർന്ന വിദ്യാഭ്യാസം ഇവിടെ തന്നെ ലഭിക്കുന്ന ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാവും
എന്നൊരു ബോധ്യം മോദിയുടെ ഗ്യാരണ്ടിയിൽ ജനങ്ങൾക്ക് ഇപ്പോൾ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഗ്യാരണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കേരളത്തിലും അതിൻ്റെ കാറ്റ് മാറി വീശുന്നു നമ്മുടെ ചുറ്റുമുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ മറുവശത്ത് SDP ഈ BJP ഒരു ഫാഷിസ്റ്റ് പാർട്ടിയാണ്. ആ ഫാഷിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ SDPIയുടെ പിന്തുണ സ്വീകരിക്കുമെന്ന് നാണമില്ലാതെ പറയുകയാണ്. അങ്ങനെ പറയേണ്ടി വരും. മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്ന് പറയുന്ന വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള പാവപ്പെട്ട വിദ്യാർത്ഥിയെ കൊന്നതിൻ്റെ ഓർമ്മകൾ അങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുന്നതാണ്. അല്ല, തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയൻ പോലും SDP ആയിട്ട് ഇപ്പോൾ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തുറന്ന് സമ്മതിക്കാൻ അദ്ദേഹത്തിന് തന്നെയുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. കാരണം അത് വലിയൊരു മറ്റൊരു പോളറൈസേഷനിലേക്ക് അത് പ്രധാനമായിട്ടും കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് സമ്മതിക്കാത്തത്. അപ്പൊ തീർച്ചയായിട്ടും SDPI പോകുന്നതോടുകൂടി തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇപ്പോൾ UDFനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും SDPI CPMന്റെ അടുത്തേക്ക് പോയതോടുകൂടി ആവാം മറ്റ് കമ്മ്യൂണിറ്റികൾ LDF UDFനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം SDPI പോയോ CPMനെ സപ്പോർട്ട് ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമല്ല. ഇപ്പോഴ് മുസ്ലിം കമ്മ്യൂണിറ്റി ബ്ലോക്കായിട്ട് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് UDFനെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ വികസനം ഉണ്ടാക്കാൻ കഴിയും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം, കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ വികസനം ഏതാണ്? ഇപ്പം നടക്കുന്ന ഈ നാഷണൽ ഹൈവേ 66ന്റെ കൺസ്ട്രക്ഷൻ ആണ് ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ വികസനം. ഇതിനെക്കാട്ടും വലിയ വികസനം നമ്മൾ ഏത് കണ്ടിട്ടുണ്ട്? പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള നാഷണൽ ഹൈവേ 66 അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന നേട്ടങ്ങൾ വളരെ വലുതല്ലേ. ഒരു കാലഘട്ടത്തിൽ അതിനുവേണ്ടി സ്ഥലം എടുക്കുമ്പോൾ തന്നെ ജനങ്ങളൊക്കെ എതിർത്തിരുന്നു. ഇപ്പൊ ജനങ്ങൾ എന്റെ സ്ഥലം കൂടി എടുക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണ്. അത് കിട്ടിയ അതിന്റെ നേട്ടങ്ങൾ കിട്ടിയ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ഇപ്പൊ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. ആ നാഷണൽ ഹൈവേ വരുമ്പോൾ കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറുകയാണ്. അപ്പൊ BJPക്ക് എങ്ങനെ കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്നതിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് നാഷണൽ ഹൈവേ 66. കാരണം കേരളത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 47-ലാണ്. എത്ര വർഷം കഴിഞ്ഞു കേരളത്തിൽ നല്ലൊരു റോഡ് ഉണ്ടാവാൻ? അത് ഈ ദേശീയപാത ഞങ്ങളുടെ നേട്ടമാണെന്നും പറഞ്ഞാണ് LDF പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ദേശീയപാതയുടെ ഉദ്ഘാടനത്തിന് മരുമകനെ വിളിച്ചില്ലെന്നും പറഞ്ഞ അമ്മായിയപ്പനും മരുമകനും കൂടെ അവിടെ റോഡ്. അത് കാര്യമല്ല. ഇപ്പം നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കൺട്രോളിൽ തന്നെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അതിനകത്ത് സ്റ്റേറ്റ് ഹൈവേക്ക് ഒരു കാര്യമില്ല. ഇപ്പം ആലപ്പുഴ G. സുധാകരൻ മുൻ പൊതുമരാമത്ത് വകുപ്പ് തന്നെ പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഒരു കാര്യമില്ല. G. സുധാകരൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കാര്യമില്ല. ഇപ്പൊ നാഷണൽ ഹൈവേ ഈ നാഷണൽ ഹൈവേ കൺസ്ട്രക്ട് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഒരു കാര്യം സുധാകരന്റെ കാര്യം പരാമർശിച്ചുകൊണ്ട്, സുധാകരൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കാണുന്ന ആളാണ്, ഒരു സംശയമില്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അവിടെ മത്സരിക്കുന്നത് ജയിച്ച് MLA ആകാനുള്ള പാർലമെന്ററി വ്യാമോഹം കൊണ്ടല്ല. അവിടെ ഫണ്ടമെന്റലിസ്റ്റ് റാഡിക്കലായിട്ടുള്ള ഒരു ഇസ്ലാമിസ്റ്റ് അവിടെ മത്സരിക്കുന്നു, ജയിക്കുന്നു. ആലപ്പുഴ അവർ കൈയടക്കിയിരിക്കുന്നു. PF-ൽ നിന്നും SDPIയിൽ നിന്നും കടമെടുത്ത ശക്തി കൊണ്ട് ജയിച്ചു പോകണ്ട. അതിനെ എതിർക്കാൻ ഇവിടെ മതേതര ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് ശക്തികൾ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഒരുപക്ഷെ കേരളത്തില് ആദ്യമായിട്ട് ജയിക്കാൻ പോകുന്ന ഒരു സീറ്റ് എന്ന് പറയുന്നത് അമ്പലപ്പുഴയിൽ G. സുധാകരനായിരിക്കും. അദ്ദേഹം ജയിച്ചു വന്നാൽ അതായിരിക്കും മതേതരത്വത്തിന്റെ മണിമുഴക്കുക. തീർച്ചയായും. അല്ലാതെ മറ്റൊരു സന്ദേശമായിരിക്കും CPMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചാൽ. പരസ്യമായിട്ട് ഇസ്ലാമിസ്റ്റ് റാഡിക്കലിസത്തെ അതിനെ അവരെ പുണരുന്ന കാഴ്ചയാണ് അമ്പലപ്പുഴയിൽ നമ്മൾ വളരെ ജുഗുപ്സാവഹമായിട്ടുള്ള നിലയിൽ നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരു മറുപടി കൊടുക്കാൻ ചങ്കൂറ്റമുള്ള ഒരു പാർട്ടിക്കാരൻ എന്ന് പറയുന്നത് തിരുവായിക്ക് എതിർവായി ഇല്ല എന്നുള്ളത് മാറ്റിമറിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് G. സുധാകരൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജയിച്ചാലും തോറ്റാലും അദ്ദേഹം ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. ആ സന്ദേശം കമ്മ്യൂണിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.